ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സർവശക്തനായ സൃഷ്ടാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ, നമ്മുടെ വയനാട്ടിൽ കുറച്ച് ദിവസങ്ങളായി നടന്നു കഴിഞ്ഞ ദുരന്തം. നമ്മൾ കേരളക്കാർക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക്, നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക്, അത് സ്റ്റാർട്ടായിട്ട് അന്ന് മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെയൊക്കെ പ്രവർത്തകർ എത്ര ചെറിയ ആളായാലും ചെറിയ കുട്ടിയായാലും വലിയവരായാലും എല്ലാവർക്കും അല്ലാഹു തആല സർവശക്തനായ നാഥൻ അർഹമായ പ്രതിഫലം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നൽകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുന്നു. കാരണം തൻ്റെ സഹോദരങ്ങൾക്ക് പറ്റിയ അപകടത്തിൽ നിന്ന് എന്തൊക്കെ മാർഗങ്ങളുണ്ടോ ചെയ്യാൻ, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരും ആളുകളും, പുറത്തു നിന്നുകൊണ്ട് ഒന്നും ചെയ്യാത്ത ആളുകൾ, പുറത്തു നിന്നുകൊണ്ട് ആ രംഗങ്ങൾ ടിവിയിലോ വാട്സപ്പിലോ കാണുന്ന ആളുകൾക്ക് അതിന്റെ പ്രയാസം ഒരിക്കലും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പുറത്തു നിന്ന് ചില ആളുകൾ പല വിമർശനങ്ങളും പല രീതിയിലുള്ള വിമർശനങ്ങളും നടത്താറുള്ളത്. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാട്ടുകൂടെ പോവുകയാണെങ്കിൽ, ഒരു പുഴയിൽ കൂടെ പോവുകയാണെങ്കിൽ അവൻക്കും പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും അത് മാറ്റി വെച്ചുകൊണ്ട് ഒരു ടീം വർക്കായിട്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ആരായിരുന്നാലും ശരി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, നമ്മളെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, തൻ്റെ സഹോദരനെ, തൻ്റെ അയൽവാസിന്, തൻ്റെ നാട്ടുകാരനെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരാണ്. അത് എപ്പോഴാണ് മനസ്സിലാവുക? ഏതെല്ലാം സന്ദർഭങ്ങൾ വരുമോ പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം എല്ലാവരും കൈകോർത്ത് നിന്നുകൊണ്ട് ആ വരുന്ന വലിയൊരു പ്രയാസത്തിനെ മറികടക്കാനുള്ള ഒരു ത്വര, ഒരു ആവേശം, അത് നമ്മുടെ കേരളക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഞാനൊരു കേരളക്കാരനായതുകൊണ്ട് ഞാൻ അഭിമാനിക്കുകയാണ്. കാരണം ഞാൻ കേരളത്തിലാണല്ലോ ജന്മെടുത്തത് എന്ന്. കാരണം അത്ര നല്ല മാനസിക സന്തോഷമുള്ള, ഐക്യമുള്ള, പരസ്പരം സഹായിക്കണം, പരസ്പരം വേദനിക്കുന്ന മനസ്സിനെ അറിയുന്ന മനുഷ്യന്മാർ താമസിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. ഞാൻ വിമർശകർ ആരെന്ത് പറയുന്നല്ല, പക്ഷെ അവിടെ നിന്ന് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരും ടിവിന്റെ മുന്നിൽ വന്നോളന്നില്ല, എല്ലാവരും ടിവിന്റെ മുന്നിൽ വരണമെന്നില്ല, ടിവിന്റെ ക്യാമറയുടെ മുന്നിൽ വരണമെന്നില്ല. സർവശക്തനായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഇതെല്ലാം കാണുന്നുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ ചില ആളുകൾ ബാനറുകളും കാര്യങ്ങളും വെച്ചത് ചില ആളുകൾക്ക് പറ്റാത്തൊരവസ്ഥയിൽ സംസാരിക്കുന്നത് വന്നു. അത് ആ ബാനറങ്ങനെ, ഈ ബാനറങ്ങനെ, അവരതിന്റെ എടുത്തേക്കൊന്നും പോകുന്നില്ല, അതിന്റെ എടുത്തേക്ക് പോയിട്ടില്ല, ആ പ്രയാസത്തിന്റെ അടുത്ത് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കുന്ന ആ മനുഷ്യൻ സ്വന്തം ചിന്തിക്കുക, നിങ്ങൾ എന്ത് ചെയ്തു? വിമർശിക്കുന്ന മനുഷ്യൻ സ്വന്തം ചിന്തിക്കുക, നിങ്ങൾ ആ മക്കൾക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി, ആ നാടിന് വേണ്ടി എന്ത് ചെയ്തു? നിങ്ങളെ ഒരു കാൽമൊരു മുള്ളു തട്ടിയോ, ഉറക്കൊഴിച്ചോ, ക്ഷീണം പറ്റിയോ, ദാഹമുണ്ടായോ? നിങ്ങൾക്ക് ഇല്ല. നമ്മുടെ നാട്ടിലത്തെ പട്ടാളക്കാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഫോറസ്റ്റ്, ആ കയറിപ്പോന്ന ആ പാറന്റെ മേലെ കൂടെ കയറിപ്പോയ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് വരുന്ന രംഗം എത്ര അത് വിവരിക്കാൻ കഴിയൂല സഹോദരന്മാരെ. പുറത്ത് നിൽക്കുന്ന കാഴ്ചക്കാര് എല്ലാവരും, ചില അല്പം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരെ നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിലുള്ള ചില വാക്കുകൾ പറയും. എനിക്ക് പറയാനുള്ളത്, ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരും അങ്ങനത്തെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത് എന്ന് ഞാൻ വിനീതമായി പറയുകയും, നിങ്ങളെ എല്ലാവരെയും എത്ര
പുകഴ്ത്തിയാലും മതിയാവൂല നിങ്ങളെ പ്രവർത്തനം എന്ന് ഞാൻ ആത്മാർത്ഥമായി എൻ്റെ എല്ലാ പ്രവർത്തകരെയും, ആരൊക്കെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരോട് പ്രത്യേകിച്ച്, അവർക്ക് വേണ്ടി പുറത്ത് ഒരു ഡ്രസ്സ് വാങ്ങുന്ന കാര്യമായാലും ശരി, അവർക്കൊരു വെള്ളക്കുപ്പി വാങ്ങുന്ന കാര്യമായാലും ശരി, ആ ഒരു ചെറിയ ഒരു വള്ളത്തിൽ ഒരു കുപ്പി വാങ്ങുന്ന കുട്ടിയായിരുന്നാലും ശരി, ആ മനസ്സിൽ ആ നന്മ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത്. ചെറിയ കുട്ടികൾ വരെ പൈസ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ പൈസക്ക് ഇത് വാങ്ങിക്കൊള്ളി അവർക്ക് എന്ന് പറയുന്ന ആ ഒരു സ്നേഹമുള്ള ആ മനസ്സിനെ നമ്മൾ ഒരിക്കലും കെടുത്തിക്കളയരുത്, പ്രോത്സാഹിപ്പിക്കണം സഹോദരന്മാരെ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ചെയ്യണം. പിന്നെ ഇനി സാഹചര്യങ്ങൾ അവിടെ മനസ്സിലാക്കിയിട്ട് വേണം കൂടുതൽ സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങളായാലും ശരി, എന്തായിരുന്നാലും ശരി, എത്തിച്ചുകൊണ്ടേ ഇരിക്കാൻ. കാരണം അവർക്ക് ഇതിമ തീരൂല. നമ്മൾ അവരെ കൂടെ, അവരെ പ്രയാസം നമുക്ക് ഇറക്കി വെക്കാൻ കഴിയാത്ത അങ്ങനത്തെ പ്രയാസമാണ്. നമുക്കിന്ന് വീടുണ്ട്, അവരെ വീട് എല്ലാം നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, പ്രതീക്ഷകളില്ലാത്ത ആ മനസ്സിക്ക് നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞാനൊരു വെൽഡറാണ്. ഞാൻ ആ വെൽഡിങ്ങിന്റെ എൻ്റെ എല്ലാ സാധനങ്ങളുമായിട്ട് ഇൻഷാ അള്ളാ ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ പുറപ്പെടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ റോഡുകളോ കറണ്ടിന്റെ ഒക്കെ പ്രയാസങ്ങളോ അവിടെ ഉണ്ട് ഇതിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻഷാ അള്ളാ 2 ദിവസം കഴിഞ്ഞാൽ വയനാട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ ഈ വെൽഡിങ്ങിന്റെ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ പറയാം, എൻ്റെ ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് ഞാൻ പോകുന്നത്. എൻ്റെ വണ്ടിയിൽ എല്ലാ സാധനങ്ങളും വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിക്കുകയും അങ്ങനെ പുറപ്പെടാൻ വേണ്ടി പോവുകയാണ്. അള്ളാഹു എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ അവിടെ കഷ്ടപ്പെടുന്ന സഹോദരന്മാരെയും സഹായിക്കട്ടെ. കഷ്ടപ്പെടുന്ന ആൾക്കാരെ സഹായിക്കുന്ന സഹോദരന്മാരെയും അവരുടെ കുടുംബത്തെയും സർവശക്തനായ നാഥൻ സഹായിക്കട്ടെ. വലിയ വലിയ ദുരന്തത്തിൽ നിന്ന് അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവ് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. കൈകോർക്കുന്ന ഈ മനസ്സിന്റെ കേരളീയക്കാരായ നമ്മുടെ ഈ ഒത്തൊരുമ നഷ്ടപ്പെട്ടു പോകാതെ എന്നേക്കും പരസ്പരം സഹായിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമകളാക്കി നമ്മളെല്ലാ മലയാളക്കാർ പ്രത്യേകിച്ചും അള്ളാഹു ഇതേ അർത്ഥത്തിൽ ജീവിക്കാനുള്ള തൗഫീക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇതിന്റെ 1-2 കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാർ എന്നെ സഹായിക്കാൻ, എൻ്റെ കൂടെ വരാൻ താല്പര്യമുള്ള, വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എൻ്റെ നമ്പർ എടുക്കുക, 9745 627 500. എൻ്റെ കൂടെ അവിടെ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, ഇതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രളയത്തിൽ ഇതേപോലെ പ്രഖ്യാപിക്കുകയും എൻ്റെ കൂടെ കുറെ ആളുകൾ എന്നോട് കൂടെ വന്നിട്ടുണ്ടായിരുന്നത് വർഷങ്ങളായി. അന്ന് വലിയൊരു പ്രളയം നടന്ന സന്ദർഭത്തിൽ അത് നമ്മൾ കേരളത്തിൽ മൊത്തത്തിൽ വ്യാപിച്ചിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, എവിടെ വേണമെങ്കിലും ഒരു വെൽഡിങ്ങിന്റെ വർക്കിന് എന്നെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കൂടെ വന്നുകൊണ്ട് ആ പ്രവർത്തനം ചെയ്യാൻ തയ്യാറാണ് എന്ന് ഞാൻ അറിയിക്കുകയും ഞാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഞാൻ അവിടെ നടക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി അവർ എന്ത് ആവശ്യമുണ്ടോ വെൽഡിംഗ് വർക്ക് സംബന്ധമായ ആ കാര്യത്തിന് ഞാൻ പോകുകയാണ്. എൻ്റെ കൂടെ വരാൻ താല്പര്യമുള്ളവർ എന്നെ സമീപിക്കുകയും എൻ്റെ നമ്പർ നിങ്ങൾ വാങ്ങുകയും ചെയ്യുക. ഇനിയും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പരമാവധി സന്ദർഭത്തിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക. നമ്മുടെ അനിയന്മാരും സഹോദരന്മാരും അമ്മമാരും പെങ്ങന്മാരുമാണ്. അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി നമ്മൾ സന്നദ്ധരാവുക. താൽക്കാലികമായി അവർക്ക് നമുക്കൊരു ബാത്റൂമുകൾ, എമർജൻസി ബാത്റൂമുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കക്കൂസിന്റെ കുഴി, ടാങ്ക് റിങ് ഇറക്കിക്കൊണ്ട് സൈഡിൽ കൂടെ മെറ്റൽ ഇട്ടുകൊണ്ട് ടാങ്ക് ഉണ്ടായി കഴിഞ്ഞാൽ 1-2 കൊല്ലത്തിന് അത് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. എമർജൻസി ബാത്റൂമുകൾ തന്നെ ഒരു തറയും ഒന്നുമില്ലാതെ തന്നെ ഷീറ്റ് മറച്ചുകൊണ്ട്, ഷീറ്റിന്റെ ഷെഡ് ഇട്ടുകൊണ്ട്, മോഡായിരുന്നാലും ശരി, എന്തായിരുന്നാലും ശരി,
അതുകൊണ്ട് ചെയ്യാൻ പറ്റും. 8ഉം 10ഉം 15 ബാത്റൂമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പല ഏരിയകളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഷെഡുകൾ ഉണ്ടാക്കാൻ പറ്റും. താൽക്കാലിക ഷെഡുകൾ നമുക്കത് ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യാം. മെറ്റീരിയൽസ് വാങ്ങിത്തരാൻ താല്പര്യമുള്ളവർ എന്നേക്ക് ബന്ധപ്പെടുക. ആ മെറ്റീരിയൽസ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും പല ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. താൽക്കാലിക ഷെഡുകൾ, താൽക്കാലിക എമർജൻസി വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഞാൻ പുല്ല് വെട്ടണ മെഷീനും ഞാൻ കരുതിയിട്ടുണ്ട്. ആ മെഷീനും എടുത്തുകൊണ്ടാണ് ഞാൻ മറ്റ് വെൽഡിംഗ് മെഷീൻ്റെ സെറ്റുകൾ എടുത്തിട്ടാണ് ഞാൻ പുറപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഈ അടുത്ത ആഴ്ചക്ക് ഇൻഷാ അള്ളാ അവിടുന്ന് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അതിനെല്ലാം സെറ്റപ്പുകൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് അവിടെ റോഡും കാര്യങ്ങളൊക്കെ ശരിയാക്കും എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരുന്നു. എൻ്റെ കൂടെ എനിക്ക് മെറ്റീരിയൽസ് വാങ്ങിത്തന്ന് നിൽക്കാൻ താല്പര്യമുള്ള ആളുകൾ എന്നിട്ട് ബന്ധപ്പെടുക. വർക്ക് ചെയ്യാൻ എൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ള ആളുകൾ, കാരണം ഒരു പൈസവും ഒരു പ്രതിഫലവും മേടിക്കാതെയാണ് ഈ വർക്ക് ചെയ്യാൻ പോണത്. അങ്ങനത്തെ മാനസിക അവസ്ഥ ഉള്ള ആളുകൾ മാത്രം. നമുക്ക് ഭക്ഷണം അവർ തരും, ഇവർ തരും, ഒന്നുമില്ല. നമ്മളെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുറപ്പെടുകയാണ്. ബാക്കി തവക്കൽതു അലല്ലാഹ്, അള്ളാഹു ആണ് സഹായി. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് സഹായിക്കും. അത് നമ്മളെ സഹോദരന്മാരെ സഹായിക്കാനുള്ള ഒരു മനസ്സോട് കൂടിയിട്ടാണ് പോകുന്നത്. അങ്ങനത്തെ മാനസിക അവസ്ഥയല്ല വെൽഡിങ് അറിയുന്ന ആളുകൾ എൻ്റെ കൂടെ വരണമെന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ വിവരം അറിയിക്കുന്നു. ഇത് പരമാവധി വെൽഡർമാരായ ആളുകൾക്ക് എൻ്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ പരമാവധി വന്നു കഴിഞ്ഞാൽ ഞാനൊരു ടീം ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ടീമിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ആരില്ലെങ്കിലും ശരി, വർക്കിന് ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നേക്ക് ബന്ധപ്പെടുക. ഞാൻ നിലമ്പൂർ ചന്തക്കുന്നുള്ള ആളാണ്, വെൽഡറാണ്, ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇത്രയും വിവരം ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത്.